തിരുവനന്തപുരത്തെ നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ അന്വേഷണം കൂടുതൽ ബന്ധുക്കളിലേക്ക്. അന്വേഷണത്തോട് അഖില പൂർണ്ണമായി സഹകരിക്കുന്നില്ലെന്ന് പോലീസ്. കുടുംബ ബന്ധങ്ങളും സാമ്പത്തിക തർക്കങ്ങളും ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ അടുത്ത ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴി വീണ്ടും രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സ്വാന്തന സാജു ഉണ്ട് നമുക്കൊപ്പം. സ്വാന്തന, അപ്പോൾ ആ കുരുന്നിനെ അതിക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. 91 മുറിവുകളാണ് ശരീരത്തിൽ കണ്ടെത്തിയത്. ഇന്നലെ ഇപ്പോൾ ഒരു ബന്ധു നമ്മളോട് സംസാരിച്ചിരുന്നു, റിപ്പോർട്ടറോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഈ അഖിലയുടെ അമ്മ റീനയ്ക്ക് ഈ കേസിൽ എന്തൊക്കെ തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം അഖില ഏതൊക്കെ തരത്തിലാണ് ഈ ഒരു കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, അഖിലയുടെ തമിഴ്നാട്ടിലേക്കുള്ള യാത്ര എന്തിനു വേണ്ടിയായിരുന്നു, ഇയാൾ ഈ അഷ്കർ എന്ന് പറയുന്ന ആ ഒരു കൊടും ക്രൂരനായ ഒരു കുറ്റവാളി എന്തിനാണ് ആ കുഞ്ഞിനോട് ഇത്രയ്ക്കും ക്രൂരത കാണിച്ചത്, എന്തായിരുന്നു അയാളുടെ പ്രകോപനം, ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. സ്വാന്തന. ഷിയാസ്, അങ്ങനെ തന്നെയാണ്. ഈ നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ട ആ കുഞ്ഞ് നേരിട്ടത് വലിയ ക്രൂരതയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഷിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കുഞ്ഞിന്റെ ദേഹത്തിനകത്തും പുറത്തും ഇതിന്റെ ജനനേന്ദ്രിയത്തിൽ പോലും മുറിവുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തുന്ന സമയത്ത് 91 മുറിവുകളാണ് കണ്ടെത്തിയത്. അത്തരത്തിൽ വലിയ ക്രൂരതയ്ക്ക് തന്നെ കുഞ്ഞ് ഇരയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അറിയേണ്ടത് എന്താണ് ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യമാണ്. കൊല ചെയ്തത് തങ്ങളാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും എന്താണ് കൊലയ്ക്ക് പിന്നിൽ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇവരുടെ ബന്ധുക്കളിലേക്ക് അടക്കം ഈ അന്വേഷണം വ്യാപിപ്പിച്ചുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ചില സാമ്പത്തിക തർക്കങ്ങൾ ഈ അഖിലയുടെ അമ്മയും അതുപോലെ തന്നെ ഈ അഷ്കറും ഒക്കെയായി നിലനിന്നിരുന്നതായും പോലീസ് സംശയിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മൊഴികളൊക്കെ തന്നെയും ബന്ധുക്കൾ നൽകിയിട്ടുണ്ട്, വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക തർക്കത്തിലടക്കം എന്താണ് അവർ തമ്മിലുള്ള സാമ്പത്തിക തർക്കം, ഏതെങ്കിലും അത്തരത്തിൽ തർക്കം നിലനിന്നിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് എന്തായാലും അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിലവിലിപ്പോൾ അഖിലയും അതുപോലെ തന്നെ അഷ്കറും റിമാൻഡിലാണ് ഉള്ളത്. ഈ അഖില അന്വേഷണത്തോട് ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി പോലീസ് നിലവിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇവർ രണ്ടുപേരെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് പോലീസ് നിൽക്കുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ കുഞ്ഞ് നേരത്തെയും ഇപ്പോൾ ഈ മരണത്തിന് മുൻപും ഇത്തരത്തിലുള്ള ക്രൂര പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം കുഞ്ഞിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ, പ്രത്യേകിച്ച് 2 കൈയും ഒടിഞ്ഞ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നപ്പോൾ വ്യക്തമായിരുന്നതാണ്. അപ്പോൾ എന്ന് മുതൽ ഈ കുഞ്ഞിനെ ഇവർ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഈ കുഞ്ഞിനോട് ഇത്തരത്തിൽ വൈരാഗ്യം ഉണ്ടാകാനുള്ള കാരണം, അല്ലെങ്കിൽ അഖിലയ്ക്ക് എന്താണ് ഈ പറയുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് തമിഴ്നാട്ടിൽ പോകുന്ന ബന്ധം എന്താണ് എന്ന കാര്യങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ട് ഈ കൃത്യമായി കൊലപാതകത്തിലേക്ക് നയിക്കാൻ കാരണമായ ആ ഒരു കാരണം കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ശരി സ്വാന്തന.